ഞാനെന്നുള്ളത് തിരുവനന്തപുരം ടെക്നോ പാർക്കിനകത്താണ് കേട്ടോ. ടെക്നോ പാർക്കിൽ തേജസ്വിനി ബിൽഡിങ്ങിൻ്റെ നേരെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ റീസൈക്ലിങ്ങിനെ പറ്റി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ക്യാമ്പയിൻ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ശുചിത്വ ഭൂമി ഫൗണ്ടേഷൻ്റെ വോളണ്ടിയേഴ്സാണ് എൻ്റെ പിൻവശത്തായിട്ട് കാണുന്നത്. നമ്മളിന്നിവിടെ കുറേയധികം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഫ്ലാഷ് മോബ്, ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്, അങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങൾ. എങ്ങനെയാ വെച്ചാൽ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു നെസസറി ഈവിളാണ്, നമുക്ക് വളരെയേറെ ആവശ്യമുള്ള സാധനമാണ്. പക്ഷേ നമ്മുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പലർക്കും ഒരു ലയബിലിറ്റി ആയിട്ട് മാറാറുണ്ട്. ആ ഒരു പ്രശ്നം ഒഴിവാക്കുന്ന രീതിയിൽ, അതായത് സപ്പോസ് ഒരു ലേസിൻ്റെ കവർ തന്നെയും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. ഈ ഒരു സാധനത്തിനെ നമുക്ക് വാല്യൂബിൾ ആയിട്ടുള്ള വേറൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതായത് ഈ ഒരു പരിപാടി നമുക്ക് ടെക്നോ പാർക്കിൽ മാത്രമല്ല, തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു സംഭവം നടത്താൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ മേജറായിട്ടുള്ള പബ്ലിക് പ്ലേസുകളിൽ പ്ലാസ്റ്റിക് നമ്മൾ വലിച്ചെറിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതായത് അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടാവും. കളക്ട് ചെയ്ത് ഇതിനെ കൊണ്ടുവന്ന് റീസൈക്കിൾ ചെയ്യാനുള്ള പരിപാടികൾ നടത്തുന്നുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതായത് ഈ ഒരു സംഭവം നടത്തുമ്പോൾ ഇതിന് നമുക്ക് ചിലവ് വരുമല്ലോ. ഇതുപോലൊരു കാര്യം ചെയ്യാൻ ഇന്നിപ്പോൾ ഒരു അവയർനെസ് ക്യാമ്പയിൻ തന്നെ നടത്തുന്നുണ്ട്. ഇതിൽ പല ആൾക്കാർ വോളണ്ടിയേഴ്സായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു പരിപാടി നടത്തുന്നതിൻ്റെ ചിലവ് ഓടിപ്പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ക്രെഡിറ്റ് കോയിൻസിലൂടെയാണ്. ഈ കോയിൻസ് പല ആൾക്കാരും പർച്ചേസ് ചെയ്തായിരിക്കും. വേറെ ആരൊക്കെയോ പർച്ചേസ് ചെയ്ത പ്ലാസ്റ്റിക് ക്രെഡിറ്റ് കോയിൻ്റെ ആ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലുള്ളൊരു ക്യാമ്പയിൻ്റെ ഭാഗമാകാൻ സാധിക്കും. എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്കും പ്ലാസ്റ്റിക് ക്രെഡിറ്റ് കോയിൻസ് പർച്ചേസ് ചെയ്യാം. അതിനുള്ള വെബ്സൈറ്റ് ഏതാണെന്നുള്ളത് ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതിനകത്ത് കയറി നിങ്ങളൊരു പ്ലാസ്റ്റിക് ക്രെഡിറ്റ് കോയിൻ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 100 രൂപയുടെ ഒരു കോയിനാണ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 100ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ട് നിങ്ങളൊരു കോയിൻ പർച്ചേസ് ചെയ്യുകയാണ്. ഇതൊരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ ഈ ഒരു പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പല കമ്പനീസിനും അവരുടെ CSR ഫണ്ട്സ് ഉണ്ടാവും. അതായത് കോർപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന CSR ഫണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഫണ്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് ക്രെഡിറ്റ് കോയിൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് ക്രെഡിറ്റ് കോയിന് വാങ്ങിയ ആ ഒരു ഫണ്ട് വെച്ചിട്ട് അവരെന്ത് ആക്ടിവിറ്റിയാണ് ചെയ്തതെന്ന് നിങ്ങൾക്കൊരു ലോഗിൻ മുഖേന അറിയാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ 100 രൂപയുടെ ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപയുടെ ഒരു സാധനം, അതായത് നിങ്ങൾ കൊടുത്ത പൈസയ്ക്ക് അതിനൊരു പ്ലാസ്റ്റിക്കിനെ ഒരു പ്രോഡക്റ്റ് ആക്കി അവർ ആ വിൽപ്പനയ്ക്ക് ഈ വെബ്സൈറ്റിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഈ 100 രൂപയ്ക്കുള്ള ഒരു സാധനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത് ചിലപ്പോൾ ഒരു കീ ചെയിൻ ആവാം, ചിലപ്പോൾ ഒരു ടേബിൾ ആവാം, അല്ലെങ്കിൽ ഒരു ചെയർ ആവാം. അങ്ങനെ എന്ത് തരം സാധനവും നമുക്കിതിനകത്തുനിന്ന് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു 20,000 രൂപയ്ക്ക് നിങ്ങൾ ഇതിനകത്തുനിന്ന് പ്ലാസ്റ്റിക് ക്രെഡിറ്റ് കോയിൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങാനാവും. അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പർച്ചേസിനും ചെയ്യാൻ സാധിക്കും. ഇമ്മീഡിയറ്റ് പർച്ചേസ് ആണെങ്കിൽ നോർമലി ഇതിനകത്തുനിന്ന് ജൈവ വളമോ ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും നമുക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുക. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ആ കൊടുത്ത പൈസയ്ക്ക് മുതലായിട്ട് ഒരു പ്രോഡക്റ്റോ അങ്ങനെ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യുന്നത്. നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ശുചിത്വ ഭൂമി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് കവർ ചെയ്യാനാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ അതിൻ്റെ ഏകദേശം ഫ്ലാഷ് മോബും കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എംപ്ലോയീസിനെ വെച്ചിട്ട് നമ്മൾ പല ആക്ടിവിറ്റീസ് പ്ലഡ്ജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് അവർ വേസ്റ്റായിട്ട് കളയത്തില്ല, അതിനെ കറക്റ്റായിട്ട് റീസൈക്കിൾ ചെയ്യുന്നുണ്ടാവും. ഈ രീതിയിലുള്ള പ്ലഡ്ജസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇനി തിരുവനന്തപുരത്ത് തന്നെ പല പബ്ലിക് പ്ലേസുകളിലും വെച്ച് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് നടക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു എക്സ്പെൻസ് ഉണ്ട്. ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. അപ്പോൾ ആ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക് ക്രെഡിറ്റ് കോയിൻസിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പർച്ചേസ് ചെയ്യുന്ന ക്രെഡിറ്റ് കോയിൻസിലൂടെ ഇതുപോലുള്ള സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നടത്തുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 100ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ട് നിങ്ങളൊരു കോയിൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് വേറൊരു പ്രോഡക്റ്റ് അതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനും സാധിക്കും. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ജൈവവളം വാങ്ങിക്കാം. ഇനി അതല്ല, ഒരു 90 ഡേയ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൽ നിന്ന് കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് വെച്ചിട്ടൊരു പ്രോഡക്റ്റ് ആക്കിയിട്ടുണ്ട്. ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലോഗിനിലൂടെ അറിയാം. എന്തായാലും നിങ്ങൾക്ക് കോയിൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്.